രാവിലെ നേരം വെളുത്ത് നമ്മൾ എണീറ്റ് വരുമ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇന്നത്തെ ദിവസം നമ്മുടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കാരണം അത് നമ്മുടെ ചിന്ത പോലെ ഇരിക്കും. നമ്മുടെ ചിന്തകളാണ് നമ്മളെ വഴിതിരിച്ച് വിടുന്നത് എന്ന് പറയുന്നത് 100% ശരിയാണ്. കാരണം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അന്നൊന്നല്ല എല്ലാ ദിവസവും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന അല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നല്ല പ്രവർത്തന മേഖലകൾ എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുകയുള്ളൂ. നമ്മുടേതായിട്ട് നമുക്ക് വേണം എന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് ആ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. ഇതെൻ്റെ ഒരു കാഴ്ചപ്പാടല്ല, അറിവുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമസ്കാരം, വാക്ക് വിത്ത് ഷൈജു എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്വന്തം ഗ്ലാൻസയുടെ, അതായത് 2024 ഓഗസ്റ്റ് മാസം 10 എടുത്ത നമ്മുടെ സ്വന്തം വണ്ടിയുടെ ഒരു റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, അതായത് യൂസേഴ്സ് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഈ 2024 ഗ്ലാൻസ എടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അത് നമുക്ക് വണ്ടിയെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഈ വണ്ടി എടുക്കുന്നത് 2024, അതായത് കഴിഞ്ഞ മാസം 2024 ഓഗസ്റ്റ് മാസം 10 പാലായിൽ ടൊയോട്ടയുടെ ഷോറൂമിൽ നിന്നാണ് നമുക്ക് ഈ വണ്ടി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്ലാൻസയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ തന്നെയായിരുന്നു ഈ ബ്ലൂ. എന്തായാലും ഗ്ലാൻസ എടുക്കും, ഗ്ലാൻസ തന്നെ വേണം എന്നുള്ളൊരു തീരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ബലേനോ എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബലേനയെക്കാട്ടിലും രണ്ടും എന്താ പറയുന്നത്, ഇരട്ടപ്പറ്റ, രണ്ടച്ചിൽ നിന്ന് ഇരട്ടപ്പറ്റ പോലെ എന്ന് പറഞ്ഞു, അങ്ങനെ വേണേൽ പറയാം. അങ്ങനെയുള്ളൊരു വണ്ടിയാണിത്. പക്ഷെ കുറച്ചുകൂടെ പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന ഗ്ലാൻസയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ബലേനോ, അല്ലാതെ മാരുതിയോടായിട്ടൊന്നും ഉണ്ടായതുകൊണ്ടല്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഒരു ടൊയോട്ടയുടെ ഒരു മൂല്യവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാൻസ എടുക്കാനായിട്ടുള്ളൊരു കാരണം. പിന്നെ നമുക്ക് കിട്ടിയ ഒരു അധിക വാറണ്ടി, അതായത് 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 വർഷം അഡീഷണലും കൂടെ നമുക്ക് ഇതിനകത്ത് വാറണ്ടി കിട്ടിയായിരുന്നു. അതായത് എന്ത് സംഭവിച്ചാലും ടയറിന് ഒഴിച്ചിട്ട് 5 വർഷത്തേക്ക് നമുക്കതിന് വാറണ്ടി കിട്ടി. അത് അവരുടെ ഒരു പ്രത്യേക ഓഫർ ആണെന്നോ മറ്റാണ് പറഞ്ഞത്. അതൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം ഗ്ലാൻസ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. ടൊയോട്ടയുടെ വണ്ടി ഇനി എടുക്കുകയുള്ളൂ എന്നുള്ള തീരുമാനിച്ചായിരുന്നു. കാരണം അനുഭവം വേണ്ട, വണ്ടി പണിത് 5-8 ടൈപ്പ് വണ്ടികൾ ഉപയോഗിച്ചു. അപ്പോൾ ഏതാണ്ട് വണ്ടി പരിപാടികൾ കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷമാണ് നമ്മളൊരു പുത്തൻ വണ്ടിയിലേക്ക് തിരിഞ്ഞത്. അപ്പം ഒരു ടൊയോട്ട പോലുള്ള ഒരു നല്ല വണ്ടിയാണോ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നതിൻ്റെ പേരിലാണ് ഗ്ലാൻസ എടുത്തത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ പോലെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ റിവ്യൂ പറയാനായിട്ട് ഇപ്പം എൻ്റെ പ്രിയ സുഹൃത്തായ ബൈജുവൻ നായർ പുള്ളി പറയുന്ന പോലെ നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ അറിയത്തില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. നമുക്കറിയാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിയുടെ ഉപയോഗം, ഞാൻ ഉപയോഗിച്ചിട്ട് ഉണ്ടായ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല യാത്രകൾ നടത്തി. ഏതാണ്ട് ഇന്നിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2024 ഒക്ടോബർ മാസം 2 ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 1.5 മാസത്തോളമായി. 1.5 മാസം കൊണ്ട് ഏതാണ്ട് 4800 കിലോമീറ്ററോളമായി. സെക്കൻഡ് സർവീസ് ആകാൻ പോകുന്നു. അപ്പോൾ ഇനി ഈ സർവീസ് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് മൈലേജിൻ്റെ കാര്യങ്ങളിലെ കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഏതാണ്ടൊരു 15-16 നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. അത് മതി തൽക്കാലം. ഇനിയിപ്പം അവർ 20 പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ആകുമെന്നുള്ളത് നമുക്ക് ഈ വണ്ടി കുറച്ച് ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ. ഞാനതുകൊണ്ട് ഇപ്പം പോയ ലോങ് യാത്രകളെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പോയി, കണ്ണൂർ, കാസർഗോഡ് പോയി. യാത്രകൾ അത്യാവശ്യമുണ്ട്. കാരണം നമുക്ക് ഈ നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള യാത്രകൾ, ഹോം തിയേറ്ററിൻ്റെ ബിസിനസ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടുകളിൽ പ്രീമിയം ബഡ്ജറ്റിലുള്ള ഹോം തിയേറ്ററുകൾ ചെയ്യുന്ന LXD ഹോം സിനിമാസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ കമ്പനിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ കേരളം മുഴുവനുണ്ട്. മിക്കവാറും യാത്രകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കുമാണ് ഈ വണ്ടി, ഓട്ടോമാറ്റിക്കാണ്. അതായത് ഗ്ലാൻസയുടെ S എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഇത് എടുത്തിരിക്കുന്നത്. കാരണം ഇതിന് ഫുൾ ഓപ്ഷനല്ല, ഏറ്റവും ഫുൾ ഓപ്ഷനല്ല, അതിന് തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ്. എനിക്ക് വളരെ കംഫർട്ടബിളാണ്. കാരണം ഫാമിലി, വീട്ടിലാണെങ്കിലും വൈഫാണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമുള്ളൊരു വണ്ടിയാണ്. അതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇനിയിപ്പം നമുക്ക് മൈലേജിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസ് കൂടെ കഴിഞ്ഞാൽ മാത്രമാണ് ഒരു കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ മൈലേജ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കളറാണ്. ഗ്ലാൻസ എനിക്ക് തോന്നുന്നൊരു 3-4 ടൈപ്പിലുള്ള കളർ പാറ്റേണിൽ വണ്ടി ഇറങ്ങുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ തന്നെ വേണം എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് ബ്ലൂ തന്നെ വേണം എന്ന് പറഞ്ഞിരുന്നു. അത് കിട്ടുകയും ചെയ്തു. പിന്നെ
ബലേനോയെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്രോമിയം ഈ കാണുന്ന ഒരു ഗ്രില്ലുണ്ടല്ലോ, അത് എനിക്കൊന്ന് ബലേനോടേതാണെങ്കിൽ അത് വേറൊരു ടൈപ്പാണ്, ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. അതെനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ടൊയോട്ടയുടെ ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ക്രോമിയം ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ടൊയോട്ടയുടെ ഈ ഒരു ബ്ലാഡ്ജിങ് കാര്യങ്ങൾ. പിന്നെ ഫോഗ്രാൻഡ് നമ്മൾ ചെയ്തിട്ടില്ല, അത് ചെയ്യണം, അതിനുള്ള സ്പേസ് കിടപ്പുണ്ട്. ഈ ക്രോമിയം ഫിനിഷ് അവിടെയും കയറി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഭയങ്കര രസകരമായിട്ട് എൻ്റെ പേഴ്സണൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീട് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് മോഡൽ, ഈ എൽ ഷേപ്പിലുള്ള ഈ ഒരു ലൈറ്റിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊയോട്ടയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പിൻ്റെ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ബലേനോയിൽ ഒരു 3 ലൈറ്റോ മറ്റുമാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പം പുതിയ മോഡൽ ഇറങ്ങുന്നത് എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളൊരു സംഗതിയാണ് ഈ ഗ്ലാൻസയിൽ. പിന്നീട് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിയുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സീറ്റിംഗാണ്. സീറ്റിംഗ് നമുക്ക് ഈ സീറ്റ് കവർ അവർ നമുക്ക് തന്നതാണ്, ഓഫറായിട്ട് തന്നതാണ്. സീറ്റ് കവർ, ഇതിൻ്റെ ഫ്ലോർ മാറ്റ്, ഇതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ പെടുന്ന കാര്യങ്ങളാണ്. വളരെ നല്ല തൈ സപ്പോർട്ടുള്ള, നമ്മളുടെ ഇരിക്കാനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്. അത് ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും അതുപോലെയൊക്കെ തന്നെയാണ്, നല്ല ഇരിപ്പ്, നല്ല സുഖമാണ്. പിന്നീട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പകുതി ഭാഗം മാത്രം ഒരു വളരെ മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു ഏരിയയാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഇതുണ്ട്, വളരെ സ്മൂത്തായിട്ടുള്ള, വളരെ നമുക്ക് എത്ര ലോങ് ഡ്രൈവ് ആണെങ്കിലും നമുക്ക് കൈ മടുപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ഇൻഫർടൈൻമെൻറ്റിൻ്റെ അത്യാവശ്യം ഓഡിയോ വീഡിയോ കാര്യങ്ങളെല്ലാം സ്വിച്ച് ചെയ്യുക, എല്ലാം ഇതിൽ തന്നെയുണ്ട്. വോളിയം കൂട്ടുക, കുറയ്ക്കുക, ചാനൽ മാറ്റുക, ബാക്കിയുള്ള കാര്യങ്ങൾ മ്യൂട്ട് ചെയ്യുക, ഫോൺ എടുക്കുക, പരിപാടികളെല്ലാം ഇതിൽ തന്നെ നടക്കും. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നീട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഗിയറിൻ്റെ ഒരു ഡിസൈൻ, ഈ ഡിസൈൻ ഭയങ്കര ഒരു രസകരമാണ്. വളരെ ഒത്തിരി വലുതായിട്ടില്ലാത്ത, എന്നാലൊരു നോബ് പോലെ ഒരു ചെറിയൊരു നോബ് മാത്രമാണ്. പക്ഷേ അത് വളരെ പ്രീമിയം ലെവലിലുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു മൊബൈൽ ഫോൺ വെക്കാനായിട്ടൊരു ഏരിയ ഉണ്ട്. നമുക്ക് ചില്ലറയൊക്കെ ഇട്ട് വെക്കാം. ചെറിയൊരു ബോക്സ് പോലൊരു സംഭവമുണ്ട്. പിന്നീട് ഇവിടെ ഒരു ബോട്ടിൽ ട്രേ ഉണ്ട്. ബോട്ടിൽ ട്രേ ആ 2 സൈഡിലും വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയത്തക്ക ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ, ഈ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള, ബ്ലൂ അല്ല, അതൊരു വളരെ നല്ലൊരു ഫിനിഷിംഗാണ് ആ ഫിനിഷിംഗ് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു ബീജ് കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് എടുത്ത് പറയത്തക്ക രീതിയിലുള്ളൊരു കാര്യങ്ങൾ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവം ഇതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ കാര്യങ്ങളാണ്. വളരെ നല്ല ഒരു 9 ഇഞ്ച് ആണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ നല്ല 9 ഇഞ്ച് അല്ല, ഇത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി അത്ര അറിയത്തില്ല. പക്ഷേ വളരെ നല്ലൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമുക്ക് നടക്കും. നമുക്ക് കോൾ ചെയ്യാനും എടുക്കാനും അല്ലെങ്കിൽ ഒരു നാവിഗേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നാവിഗേഷനാണ്. നമുക്ക് പോകുന്ന വഴിക്ക് മിക്കവാറും ലൊക്കേഷൻ മാപ്പിട്ടായിരിക്കുമല്ലോ നമ്മളുടെ യാത്രകൾ കംപ്ലീറ്റ്. അപ്പോൾ അത് കാണാനായിട്ട് വളരെ ഭംഗിയായിട്ട് കാണത്തക്ക രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഫ്രണ്ടിലത്തെ കാഴ്ചകളെ ഒന്നും അത് മറക്കുന്നൊന്നുമില്ല. നല്ല ഹൈറ്റിലാണ്, അത്യാവശ്യം ഹൈറ്റിലാണ് ഇരിക്കുന്നത് എങ്കിൽ പോലും. പിന്നീട് ഇതിൻ്റെ എ സിയെ പറ്റിയൊക്കെ അധികം പറയാനൊന്നുമില്ല. കാരണം അത്ര പെർഫെക്റ്റ് കൂളിംഗ് ആണ്. നമ്മളെപ്പോഴും ലോ മോഡിലാണ് നമ്മളിട്ട് പോകാറുള്ളത്. എങ്കിൽ പോലും നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നല്ല കൂളിംഗ് വരുന്ന രീതിയിലുള്ള എ സിയാണ് ഇതിനുള്ളത്. പിന്നീട് നമുക്ക് വയർലെസ് ചാർജിങ് അല്ല, അല്ലാതെയുള്ള ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളൊരു പ്രത്യേകതകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എടുത്തു പറയേണ്ട സംഭവം ഇതിൻ്റെ ബാക്ക് സീറ്റ് കണ്ടോ. ഇത് എന്നെപ്പോലെ നല്ല അത്യാവശ്യം ഹൈറ്റുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ 6 അടിയാണ്, 6 അടിക്ക് 1 ഇഞ്ചിൻ്റെ കുറവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് വളരെ സുഖകരമായ രീതിയിൽ കാല് നിവർത്തി ചാരി ഇരിക്കാൻ പറ്റുന്ന ഒരു 3 പേർക്ക് നല്ല സുഖകരമായിട്ടിരുന്ന് നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ബാക്ക് സീറ്റ് പൊസിഷനാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ 3 വീട്ടിൽ എല്ലാവരും കൂടി പോകുമ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ 4 പേരൊക്കെ പുറകിൽ സുഖമായിട്ടിരുന്ന് പോകാറുണ്ട്. 4 പേരും കൊച്ചും, അങ്ങനെ 5 പേര് പുറകിലിരിക്കാറുണ്ട്. ഇവിടെ ഇന്നുവരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരുപാട് വലിയ ലോങ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല സുഖകരമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. 3 പേർക്ക് നല്ല തടിമാടന്മാരായ 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ബാക്ക് സ്പേസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. അതുപോലെ ഇതിൻ്റെ ഫ്ലോർ മാറ്റ് ആണെങ്കിലും വളരെ നല്ല ഡിസൈനിലുള്ള ആ ഗ്ലാൻസ എന്നുള്ള ബ്ലാഡ്ജിങ് ഒക്കെയുള്ള നല്ലൊരു ഫ്ലോർ മാറ്റാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിൽ തന്നെ ഒരു മൊബൈൽ ഫോണിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടൊരു ഹോൾഡർ, പിന്നെ ചാർജിങ് പോയിൻ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ബാക്കിലുള്ളത്. ഈ സീറ്റ് കവർ തന്നെയാണെങ്കിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു
സ്പേസും കാര്യങ്ങളൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ഡോറിൽ തന്നെ ബോട്ടിൽ ട്രേ കാര്യങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബാക്ക് സീറ്റിൻ്റെ കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളിലൂടെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഈ ഗ്ലാൻസെ പറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നവർക്ക് ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബാക്കിലത്തെ സമ്പാദ്യപ്പെട്ടി, അതായത് ഇതിൻ്റെ ബൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്തെ ബൂട്ട് ഇപ്പോൾ കാണിക്കാൻ കൊള്ളുകയില്ല. കാരണം ലോകത്തുള്ള ആക്രി മുഴുവൻ ഇതിനകത്ത് കിടപ്പുണ്ട്, അതുകൊണ്ട് കാണിക്കുന്നില്ല. എങ്കിൽ പോലും വളരെ നല്ലൊരു ബൂട്ട് സ്പേസ്, വലിയ 2 ലഗേജുകളൊക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ബൂട്ട് ഇതിനുണ്ട്. അത് ഭയങ്കര എനിക്ക് എൻ്റെ യാത്രകളിലോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടുള്ള ഒരു ഏരിയയാണ്. ബാക്കി ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മറ്റു പല വണ്ടികളും വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസ് വളരെ ക്വാളിറ്റി ഉള്ളതായിട്ടും വളരെ നമുക്ക് യൂസേജ് ഉള്ളതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. ഈ വണ്ടി പോകുന്ന ഒച്ച കാരണം പകുതി പറയാൻ പറ്റുന്ന കേൾക്കുന്നില്ല. എങ്കിലും ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്വന്തം ഗ്ലാൻസയുടെ വിശേഷങ്ങളും എൻ്റെ വാഹന ചരിത്രങ്ങളും. എൻ്റെ വാഹന ചരിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഇതൊരു പരമ്പരയാക്കാൻ വേണ്ടി 2-3 പരമ്പരയ്ക്കുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എപ്പിസോഡുകൾ നീണ്ടു പോകും. അതുകൊണ്ടാണ് തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടൻറ്റുകൾ നമുക്ക് പുതിയ വീടുകൾ അല്ലെങ്കിൽ നിർമ്മാണ മേഖലയെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ, പിന്നീട് ട്രാവലിങ്, നമ്മൾ ട്രാവൽ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ കാര്യങ്ങൾ അതൊക്കെ വരും. പിന്നീടുള്ളത് നല്ല ശാപ്പാട് കിട്ടുന്ന ഹോട്ടലുകൾ, അങ്ങനെയുള്ള രുചിയിടങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതാണ് ട്രാവൽ, ഫുഡ്, വീട് നിർമ്മാണം. ഈ 3 എണ്ണത്തിനുമാണ് പ്രാധാന്യം നമ്മൾ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം പുതിയൊരു വണ്ടി എടുത്തപ്പോൾ അതിനെപ്പറ്റി നമ്മുടേതായ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. അപ്പം പുതിയ വീഡിയോ, പുതിയ കണ്ടൻറ്റ് പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഒരിക്കലും ആരോടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പം കാണുന്നവരുടെ ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ആ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.